എങ്ങനെയാണ് ഈ ഒരു അപകടം ഉണ്ടായത്? 2 മണിക്കൂർ ഈ ലോറിക്കടിയിൽ പെട്ട് കിടക്കേണ്ടി വന്ന ഒരു സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? ശാലിനി, പുലർച്ചെ 5:10 അപകടം ഉണ്ടായത്. എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന കണ്ടെയ്നർ ലോറിയാണ് കരുനാഗപ്പള്ളി നഗരത്തിൽ വെച്ച് നിയന്ത്രണം വിട്ട് നേരെ എതിർവശത്തുള്ള കടത്തെണ്ണയിലേക്ക് പാഞ്ഞു കയറിയത്. ഈ സമയം ഇവിടെ യൂസഫും അടക്കം പത്രവിതരണക്കാർ ഏറെ പേരുണ്ടായിരുന്നു. ലോറി വരുന്നത് കണ്ട് മറ്റുള്ളവരെല്ലാം ഓടി മാറിയെങ്കിലും 60-കാരനായ യൂസഫ് കുഞ്ഞിന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. തുടർന്ന് അദ്ദേഹം വാഹനത്തിന് അടിയിലാകുന്ന വിധം വാഹനം ആ കടത്തെണ്ണയിലേക്ക് ഇടിച്ചു നിൽക്കുകയായിരുന്നു. വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്ന ഈ കണ്ടെയ്നറിന്റെ ഡ്രൈവർക്ക് പരിക്കേറ്റു. അദ്ദേഹത്തെ ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്നവർ ആശുപത്രിയിലേക്ക് മാറ്റി. പക്ഷേ യൂസഫ് കുഞ്ഞ് വളരെ ദുർഘടമായ ഒരു സാഹചര്യത്തിലാണ് ഈ ലോറിക്ക് അടിയിൽ അകപ്പെട്ടത്. അദ്ദേഹത്തെ പുറത്തെടുക്കാൻ വല്ലാതെ പാടുപെട്ടു. ഫയർഫോഴ്സും പോലീസും ഒക്കെ സ്ഥലത്തെത്തിയെങ്കിലും അദ്ദേഹം വല്ലാത്തൊരു രീതിയിലായിരുന്നു അതിനുള്ളിൽ കിടന്ന് അദ്ദേഹത്തെ രക്ഷിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ട്. തുടർന്ന് ഏതാണ്ട് 2 മണിക്കൂറോളം നേരം ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ അധ്വാനം നടത്തിയതിനു ശേഷമാണ് ഏതാണ്ടൊരു 6:45 മാത്രമാണ് അദ്ദേഹത്തെ പുറത്തെടുക്കാൻ കഴിഞ്ഞത്. പുറത്തെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനില വളരെ ഗുരുതരമായിരുന്നു. തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും അദ്ദേഹം പോകുന്ന വഴി മരിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. പരിക്കേറ്റ കണ്ടെയ്നർ ലോറി ഡ്രൈവർ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. ഈ അപകടത്തിന്റെ കാരണം എന്താണെന്ന് കൃത്യമായി വ്യക്തമായിട്ടില്ല. എന്തായാലും ഡ്രൈവർ ഉറങ്ങിപ്പോയതായിരിക്കാം ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകാൻ കാരണമെന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കാരണം ലോറി ഓടിക്കൊണ്ടിരുന്ന വശത്ത് നിന്ന് നേരെ എതിർവശത്ത് മീഡിയനും അവിടെ ഉണ്ടായിരുന്ന പരസ്യങ്ങളും അടക്കം ഇടിച്ച് തെറിപ്പിച്ചാണ് നേരെ എതിർവശത്തുള്ള കടത്തെണ്ണയിലേക്ക് ഇടിച്ചു കയറുന്നത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതായിരിക്കാം അപകട കാരണം എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം. ശാലിനി. ശരി, ശ്യാംകുമാർ.